ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് കാര്യം പറഞ്ഞേ, ഒന്ന് കാര്യം പറയൂ. ഹായ്, ഒന്നും കൂടെ ഹായ്. ടാറ്റാ ടാറ്റാ. അങ്ങനെ ഉരുട്ടി ഓടിക്കോടി. അയ്യോ എന്ത് പറയുന്നേ? അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേന് എൻ്റെ 3 ആമക്കളും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. മരുമോൾ നേരത്തെ ബസ് വന്നിറങ്ങിയപ്പോഴത്തേക്കും മോളി ചെന്ന് സ്കൂട്ടിയും കൊണ്ട് പോയി കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്, ഏട്ടനാണെങ്കിൽ ചുറ്റേലിൻ്റെ പിടി ഇങ്ങനെ വെളി ശരിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ചായ കുടിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് ഭയങ്കര സൗണ്ടൊക്കെ കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തായിരുന്നു. കട്ട് ചെയ്ത് ഞാൻ ഓണാക്കിയിട്ട് ചെന്നപ്പോൾ ആങ്ങളെയും പെങ്ങളും അവിടെ ഭയങ്കര അടിയും ബഹളവും. ഇവിടെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂട്ടുകാർ കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചിടാത്തതാണ്. അപ്പോൾ ചെറുത് അവന്മാർ കൊടുത്തോണ്ട് അവിടെ കയ്യിൽ നിന്ന് വലുത് വാങ്ങിക്കും. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ ഇങ്ങനെയാണോ കമൻറ്റ് ഇടുന്നത്? അപ്പോഴും മോടെ മേക്കാതെ കുത്തിയത് ഇതുവരെ നല്ലതായിട്ട് കരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കത് പഴുക്കും, പിന്നെ അത് കരിവാകും, അങ്ങനെ നിൽക്കുക. അപ്പോൾ അടി കൂടിയതിനിടയ്ക്ക് ആ കാതിൻ്റെ അവിടെ താങ്ങി. ആ താങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഓടിച്ച് പെരയ്ക്ക് ചുറ്റും രാത്രിയിലിട്ട് ഓടിച്ച്, എന്നിട്ട് ചാടി പെരയ്ക്കകത്ത് കയറി വന്നിട്ട് അപ്പം ഞാൻ ഫോൺ അവിടോട്ട് വെച്ചായിരുന്നു കേട്ടോ. ആ സമയത്ത് വന്ന് കൊച്ചവനെ കിട്ടാത്തതിന് മൂത്ത ആങ്ങളയ്ക്ക് 2-3 എണ്ണം അവൻ കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു, അവനവിടെ ഇതുപോലെ കഴിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്തോ ചെയ്തിട്ടടി നീ എന്നെ ചെയ്യുന്നു പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു നോക്കട്ടെ, കുഞ്ഞിൻ്റെ കാത് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കാതൊക്കെ പിടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ കൊച്ചയാളും വന്നത്. ചക്കിമോട് അച്ഛനും അവളും കൂടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് കൂട്ടുകാരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്ന് കമൻറ്റ് ഇടണേ കേട്ടോ.